ഹായ് ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് റീസണിംഗ് ആണ്. ഓൾറെഡി റീസണിങ്ങിലുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എല്ലാവരും എക്സാംസിനായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കുറച്ച് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ ഒരു വീഡിയോസും കാര്യങ്ങളും എല്ലാം ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Ramu went 15 kilometers to the west from his house. Then he turned left and walked 20 kilometers. He then turned east and walked 25 kilometers and finally turning left covered 20 kilometers. How far was he from his house? അപ്പോൾ ഇതൊരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്നുള്ളത് അറിയണം. അതിനായിട്ട് നമ്മൾ എപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ റൈറ്റ് ഹാൻഡിലാണ് ഈസ്റ്റ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വെസ്റ്റ്, ഹെഡിലാണ് നോർത്ത്, ദെൻ ഫൂട്ടിലാണ് സൗത്ത്. നമുക്കിവിടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം നമ്മുടെ റൈറ്റില് ഈസ്റ്റ്, ലെഫ്റ്റില് വെസ്റ്റ്, ഹെഡില് നോർത്ത്, ഫൂട്ടില് സൗത്ത്. ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ ഓർത്ത് വെച്ചിട്ട് ഇരിക്കുക. ദെൻ ഇനി നമുക്ക് നോക്കാം. രാമു വെന്റ് 15 kilometers to the west from his house. അപ്പൊ ഇവിടെ രാമുവിന്റെ ഹൗസ് ആണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? വെസ്റ്റിലേക്കാണ് പോകുന്നത്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ടേക്ക് എത്ര പോകുന്നുണ്ട്? 15 kilometers പോകുന്നുണ്ട്. അപ്പൊ രാമു ഇപ്പൊ എങ്ങോട്ടേക്കാണ്? രാമു ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദെൻ ഹി ടേൺഡ് ലെഫ്റ്റ്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ റൈറ്റ് അങ്ങോട്ടേക്കും ലെഫ്റ്റ് ഇങ്ങോട്ടേക്കും ആയിരിക്കും. അപ്പൊ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറയുമ്പോൾ താഴേക്കാണ് വരുന്നുണ്ടാവുക. എത്ര കിലോമീറ്റർ നടന്നു? 20 kilometer താഴേക്ക് നടന്നു. അപ്പൊ ഇപ്പം ഇങ്ങോട്ടേക്ക് സൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സൗത്തിലേക്ക് ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് ടേൺ ചെയ്യുന്നുണ്ട്? ഈസ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. അപ്പം ഈസ്റ്റിലേക്ക് ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാല് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ് ടേൺ ആവുന്നത് അല്ലെ? അപ്പൊ ഇങ്ങോട്ടേക്ക് എത്ര പോകുന്നുണ്ട്? 25 kilometers പോകുന്നുണ്ട്. അപ്പൊ 25 kilometer ഇങ്ങോട്ടേക്ക് പോയി. ദെൻ അപ്പൊ ഇപ്പൊ ഫേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഫൈനലി ടേണിംഗ് ലെഫ്റ്റ്. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണമെന്ന് പറയുമ്പോൾ നോർത്തിലേക്കാണ് പോകുന്നത്. സോ നോർത്തിലേക്ക് എത്ര പോകുന്നുണ്ട്? 20 kilometer പോകുന്നുണ്ട്. ദെൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ ഫാർ വാസ് ഹി ഫ്രം ഹിസ് ഹൗസ്. ഇപ്പൊ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്? 15 kilometers ആണ് ഇങ്ങോട്ടേക്ക് പോയത് അല്ലെ? അതേ ഡിസ്റ്റൻസ് ഇവിടെ എത്ര പോയിട്ടുണ്ട്? 25 kilometer പോയിട്ടുണ്ട്. സോ 25 minus 15 ആണ്. 25 minus 15 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 10 kilometer ഡിസ്റ്റൻസിലാണ് രാമു ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡയറക്ഷൻസ് പ്രോപ്പറായി അറിയാം. ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും ഡയറക്ഷൻസ് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തത് ഏജ് ഓഫ് എ ഈസ് ടു ഏജ് ഓഫ് ബി. അപ്പൊ എന്താണ്? എ ഈസ് ടു ബി എന്ന് വെച്ചാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏജിന് ഇവിടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അല്ലെ? 10 years hence. ഇവിടെ നിന്ന് അങ്ങോട്ട് 10 years. അപ്പൊ നമ്മൾ ഏജിന്റെ എഴുതുമ്പോൾ എപ്പോഴും എഴുതേണ്ടത് പ്രസന്റ് എന്ന് എഴുതുക. ഇപ്പോഴത്തെ ഏജ് എയുടെ ബിയുടെ ഇപ്പോഴത്തെ ഏജ് നമുക്ക് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ ഏജ് ആക്കിയിട്ട് എക്സ് കൊടുക്കും. അപ്പൊ എയുടെ ഏജ് 3x എന്നും ബിയുടെ ഏജ് 2x എന്നും എടുക്കാൻ പറ്റും. റേഷ്യോനെ നമ്പർ ആക്കുകയാണ്. ഇനി 10 years hence എന്ന് പറഞ്ഞാല് പ്ലസ് 10 ആണ് അല്ലെ? ഫ്യൂച്ചറിൽ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് 10 വർഷം കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് 10 എന്ന് കൊടുത്തു. 10 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് എത്രയായിരിക്കും? 3x plus 10 ഉം 2x plus 10 ആയിരിക്കും ഏജ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? 10 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിന്റെ സം ആണ് തന്നിരിക്കുന്നത് അല്ലെ? ദാറ്റ് മീൻസ് 3x plus 10 plus 2x plus
10 എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 80 ആണെന്ന് തന്നിട്ടുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഏജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം അത് ചെയ്യാം. 3x plus 2x എന്ന് പറഞ്ഞാൽ 5x ആണ്. 10 plus 10 20 ആണ്, which is equal to 80. ഇവിടെ 5x നിർത്തിയിട്ട് 20 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 80 minus 20 എന്ന് പറയുന്നത് 60 ആണ്. Then x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60 divided by 5, which is equal to 12. x ന്റെ വാല്യൂ 12 ആണെങ്കിൽ പ്രസന്റ് ഏജ് എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? 3 into 12, which is equal to 36 years. ബിയുടെ ഇപ്പോഴത്തെ ഏജ് എത്രയായിരിക്കും? 2 into 12, which is 24 years. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. പ്രസന്റ് ഏജ് എത്രയാണെന്ന് എഴുതുക, അത് ഫ്യൂച്ചർ ആണെങ്കിൽ പ്ലസ് എത്രയാണെന്ന് എഴുതുക, പാസ്റ്റിലാണെങ്കിൽ മൈനസ് എത്രയാണെന്ന് എഴുതുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് മിസ്റ്റേക്ക് ഈസ് കോഡഡ് ആസ് മിസ്റ്റേക്ക്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ആൽഫബറ്റിക് കോഡുകളല്ല അല്ലെ, വെറുതെ നമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇതിങ്ങനെ എടുത്ത് എഴുതുക. 9 7 6 5 4 1 2. എക്സാമിന് എഴുതുമ്പോൾ ഒരിക്കലും ഇതിങ്ങനെ എടുത്ത് എഴുതി സമയം കളയരുത്. ഇവിടുന്ന് തന്നെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് നേക്കഡ്, NAKED. 8 4 1 2 3. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇന്റിമേറ്റ്, INTIMATE. നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ എഴുതാണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് പറയും. ഇതിപ്പോ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എമ്മിൻ്റെത് 9 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആദ്യം I ആണ് വേണ്ടത്. I ഫോർ ഇന്റിമേറ്റ്. നേക്കിഡിൽ I ഇല്ല, മിസ്റ്റേക്കിൽ I ഉണ്ട്. ഐയുടെ എത്രയാണ്? 7 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെയും 7, ഇവിടെയും 7. അടുത്തത് N നേക്കിഡിൽ ഉണ്ട്, 8 ആണ് Nൻ്റെത്. സോ 8 എന്ന് നമ്മൾ ഇവിടെ എഴുതി. നെക്സ്റ്റ് T ആണ്. T ഉള്ളത് മിസ്റ്റേക്കിലാണ്. മിസ്റ്റേക്കിൽ 1 2 3 4 5 ആണ്. സോ ഇവിടെയും 5 എന്ന് കൊടുക്കും, ഇവിടെയും 5 എന്ന് കൊടുക്കും. നെക്സ്റ്റ് M, മിസ്റ്റേക്കിലെ ഫസ്റ്റ് 1 9 ആണ്. A എന്ന് പറഞ്ഞാൽ ഇവിടെ നേക്കിഡിൽ സെക്കൻഡ് 1, ഇവിടുത്തെ തേർഡ് 1, ഇറ്റ് ഈസ് 4. ദെൻ E എന്ന് വെച്ചാൽ 2 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 7 8 5 7 9 4 5 2. ഇതാണ് കോഡ്. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സമയം ലാഭിക്കാനുള്ള നല്ലൊരു ഐഡിയ. അടുത്തത് 2 4 6 16 96 7680. ഇത് തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ റിലേഷൻ നമുക്ക് കുറെ അധികം റിലേഷൻസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിലേഷൻസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, 2ന്റെ കൂടെ ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4ന്റെ കൂടെ 4 തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താ ചെയ്യണേ? 16 into 2 കഴിഞ്ഞ് 4 ആണ്. അപ്പൊ ഇനി നമുക്ക് 6 ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 96 കിട്ടും. അപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ എങ്ങനെയാ പോകുന്നത്? ഈവൺ നമ്പേഴ്സ് ആണ് പോകുന്നത് അല്ലെ. അപ്പൊ അടുത്തത് എങ്ങനായിരിക്കും? 96 into 8 ആയിരിക്കും. 96 into 8 എന്ന് പറഞ്ഞാൽ 768 ആണ് വരിക. അടുത്തത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 768 ആയിരിക്കും. 768 into 10 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7680. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 768 ആണ്. ഇത് ഓപ്ഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓപ്ഷനകത്ത് ഈ ഒരു ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ റിലേഷൻസ് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഏത് റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, if the numbers 1 and 2 are interchanged, 3 and 4 change places, and also the symbols multiplication and division, then find the value of 1 plus 3 into 2 divided by 4. അപ്പൊ ഇവിടെ എന്താണ്? കുറെ ഇന്റർചേഞ്ചിങ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്ലേസ് ചേഞ്ചും ഇന്റർചേഞ്ചും ഒക്കെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 1 plus 3 into 2 divided by 4 ആണ്.
അതിനകത്ത് ആദ്യം എന്ത് പറഞ്ഞിട്ട് 1ഉം 2ഉം ഇന്റർചേഞ്ച് ആവണം. അപ്പൊ 2ന്റെ അവിടെ 1ഉം 1ന്റെ അവിടെ 2ഉം വന്നു. ദെൻ 3ഉം 4ഉം എന്താവുന്നുണ്ട്, പ്ലേസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ 3യുടെ അവിടെ 4ഉം 4ന്റെ അവിടെ 3ഉം നമ്മൾ കൊടുത്തു. ഇനി എന്താണ്, ഇൻറ്റുവും ഡിവിഷനും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്ലസ് തന്നെയാണ്, ഇവിടെ ഡിവിഷൻ ആവും, ഇവിടെ എന്താവും, ഇൻറ്റു ആവും. അപ്പൊ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ബോർഡ് മാസ്. ബോർഡ് മാസ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലെ. അപ്പം ബ്രാക്കറ്റ് ഇല്ല, ഓർഡർ ഇല്ല, ഡിവിഷൻ ഉണ്ട്. സോ ആദ്യം ഡിവിഷൻ ചെയ്തു. ഡിവിഷൻ ചെയ്യുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ നമുക്ക് 4 തന്നെയാണ് കിട്ടുന്നത്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ 4 into 3 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, 12 എന്ന് കിട്ടും. ദെൻ എന്ത് ചെയ്യണം, അഡീഷൻ ചെയ്യണം. 12 plus 2 14 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു വെക്കുക. മാക്സിമം സ്പീഡിൽ ചെയ്യും. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കുറച്ചൊന്ന് നമ്മളെ വട്ടം ചുറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ്. ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ബ്ലഡ് റിലേഷന്റെ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ലുക്കിംഗ് അറ്റ് എ ഫോട്ടോഗ്രാഫ്, പി എന്ന് പറയുന്നത് ഒരു മെയിൽ ആണ്. സെയ്ഡ് his father's mother's husband's only daughter's husband is my only sister's uncle. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആ ഫോട്ടോഗ്രാഫിലുള്ള ആളും പിയും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിട്ട്, ഹിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫോട്ടോഗ്രാഫിലുള്ള ആള് ഒരു മെയിൽ ആണെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഗ്രാഫിലുള്ള ആൾക്ക് എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. ഇതാണ് ഫോട്ടോഗ്രാഫിലുള്ള ആള്, എക്സ്. ഓക്കെ, ഇനി പറയുന്നത് എക്സിന്റെ ഫാദർ. ഓക്കെ, എക്സിന്റെ ഫാദറിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം, എ എന്ന് നെയിം ചെയ്യാം. എക്സിന്റെ ഫാദർ എ ആണ്. ഫാദേഴ്സ് മദേഴ്സ്, അപ്പൊ എക്സിന്റെ ഫാദറിന്റെ മദർ എന്ന് പറയുമ്പോ എക്സിന്റെ ആരാണ്, ഗ്രാൻഡ് മദർ ആണ് അല്ലെ. ഗ്രാൻഡ് മദർ ആണ്. നമുക്ക് അവരെ എങ്ങനെ നെയിം ചെയ്യാം, ബി എന്ന് നെയിം ചെയ്യാം. മദേഴ്സ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോ എക്സിന്റെ ആരാണത്, ഗ്രാൻഡ് ഫാദർ ആണ് അല്ലെ. എക്സിന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. എക്സിന്റെ അച്ഛന്റെ അമ്മയുടെ ഭർത്താവ് എന്ന് പറയുമ്പോ എക്സിന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. നമ്മൾ സി എന്ന് നെയിം ചെയ്തു. ഹസ്ബൻഡ്സ് ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോ എക്സിന്റെ ആരാണ്, അച്ഛന്റെ സിസ്റ്റർ ആണ്. സോ എക്സിന്റെ ആരായിരിക്കും, അത് ആന്റി ആയിരിക്കും അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡി എന്ന് നെയിം ചെയ്യാം. ഡോട്ടേഴ്സ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോ എക്സിന്റെ ആരാണ്, ഹസ്ബൻഡ് ആരായിരിക്കും, ഹസ്ബൻഡ് അങ്കിൾ ആണ് അല്ലെ. എക്സിന്റെ അങ്കിൾ ആണ് ഹസ്ബൻഡ്. ഓക്കെ, ഇസ് മൈ ഓൺലി സിസ്റ്റേഴ്സ് അങ്കിൾ, എന്റെ ഒരേ ഒരു സഹോദരിയുടെ അങ്കിൾ ആണ്. അപ്പൊ ഇവിടെ രണ്ടിടത്ത് ഓൺലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. എന്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും, ഫാദേഴ്സ് മദേഴ്സ് ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും ഒരു ഡോട്ടർ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു ഡോട്ടർ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഡോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പൊ എന്റെ അച്ഛൻ, എനിക്ക് ഒരു ആന്റി മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛന്റെ അമ്മയുടെയും അച്ഛന്റെയും, അതായത് അച്ഛന്റെ സിസ്റ്ററുടെ ഭർത്താവാണ് എന്തെന്ന് പറയുന്നത്, ആ ഫോട്ടോഗ്രാഫില് ഉള്ള ആളുടെ റിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. ആ ഫോട്ടോഗ്രാഫിലുള്ള ആളുടെ അച്ഛന്റെ അമ്മയുടെയും അച്ഛന്റെയും മോളുടെ ഭർത്താവ്. ഓക്കെ, എന്റെ ഒരേ ഒരു സിസ്റ്ററെ എന്താണ്, അങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫിലുള്ളത് ആരാണ്, ഞാൻ തന്നെയല്ലേ ആ ഫോട്ടോഗ്രാഫിലുള്ളത് അല്ലെ. എക്സ് തന്നെയല്ലേ ആ ഫോട്ടോഗ്രാഫിലുള്ളത്. കാരണം എന്താണ്, ആ ഫോട്ടോഗ്രാഫിലുള്ള ആളുടെ ഫാദറിന്റെ മദറിന്റെ ഹസ്ബൻഡിന്റെ മോളുടെ ഭർത്താവ് എന്റെ ഒരേ ഒരു സിസ്റ്ററുടെ അങ്കിളാണ്. അപ്പൊ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ഫോട്ടോഗ്രാഫിലുള്ളത് ഒരു മെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം എന്റെ ഒരേ ഒരു സിസ്റ്ററുടെ അങ്കിൾ എന്ന് പറയുമ്പോ ആ അങ്കിൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ആന്റിയുടെ ബ്രദറിന്റെ
മോള്, സിസ്റ്റർ അല്ലെ, ഇയാളുടെ സിസ്റ്റർ ആണ് ബ്രദറിന്റെ മോള്. അപ്പൊ എന്തായിരിക്കും, എന്റെ സിസ്റ്റർ ആണ് അത് എന്ന് പറയുമ്പോൾ ആ ഫോട്ടോഗ്രാഫിലുള്ള ആള് പിന്നെ ആരായിരിക്കും, ഇയാള് തന്നെ ആയിരിക്കും, എക്സ് തന്നെ ആയിരിക്കും. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഒന്നുകൂടി ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. എന്നിട്ട് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി, എന്തായാലും ബ്ലഡ് റിലേഷനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് ഞാൻ എക്സ്ട്രാ ഇതല്ലാണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ടോപ്പിക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് എന്തായാലും ചെയ്യാം. അപ്പൊ ഇപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഒരു വട്ടം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ കാര്യം മനസ്സിലാവും. ഓക്കെ, അടുത്തത് an earthquake is related to earth. earthquake എർത്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. തണ്ടറിങ് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ്, സ്കൈയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് തണ്ടറിങ് ഉള്ളത്. അടുത്തത് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഇതിനകത്തുള്ള മിസ്സിംഗ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, 4 2 1 ഫൈനലി 21. ഇത് നമുക്ക് എങ്ങനെ കിട്ടും ഒന്ന് നോക്ക്. 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്താണ്, 4 സ്ക്വയർ 16 ആണ്, 2 സ്ക്വയർ 4 ആണ്, 1 സ്ക്വയർ 1 ആണ്. 16 പ്ലസ് 4 20, 20 പ്ലസ് 1 20. അടുത്തത് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് വെച്ചാൽ 25 പ്ലസ് 9 പ്ലസ് 64 നമുക്ക് എന്ത് കിട്ടും, 98 എന്ന് കിട്ടും. അപ്പൊ അടുത്തത് എന്തായിരിക്കും, 6 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇത് എത്രയാണ്, 36 പ്ലസ് 49 പ്ലസ് 9. അപ്പം 49 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 58 ആണ് കിട്ടുക. 58 പ്ലസ് 36, 58 പ്ലസ് 36 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 94 ആണ് ഇവിടത്തെ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ കുറേ അധികം പാറ്റേൺസ് നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആയിരിക്കും വരുന്നുണ്ടാവുക എന്ന്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പറയുന്ന പാറ്റേൺസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, അതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു നമ്പർ സീരീസ് നമ്മൾ പഠിക്കുക. അടുത്തത്, ഇത് നമുക്ക് ABCD അറിയണം. ABCD ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ എപ്പോഴും ഒരു എക്സാം എഴുതുമ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ABCDയുടെ നമ്പർ ഒന്ന് ചെയ്തു വെക്കുക. ABCD EF G H I J K L M N O P Q R S T U V W X Y Z. ഇത് ഇങ്ങനെയല്ല എഴുതണ്ടേ, ഞാനിപ്പോ ഇവിടെ ഇതിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതി. ഇത് എങ്ങനെ എഴുതണ്ടേ എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ വേണം എഴുതാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു നമ്പറിങ് രണ്ട് സൈഡിൽ നിന്നും ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോ അന്നേരം പോയിട്ട് ഇത് എഴുതണ്ട, സമയം വെറുതെ കളയേണ്ട വരില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ കീറ്റ്സ് എന്ന് വെച്ചാൽ 56 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്, 11 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 20 പ്ലസ് 90, അതാണ് നമുക്ക് 56 എന്ന് കിട്ടിയിരിക്കുന്നത്. ദെൻ ഷെല്ലി ആണെങ്കിൽ എന്താണ്, 19 പ്ലസ് 8 പ്ലസ് 5 പ്ലസ് 12 പ്ലസ് 12 പ്ലസ് 5 പ്ലസ് 25 ആണ് നമുക്ക് 86 കിട്ടിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ബ്രൗണിങ്. ബ്രൗണിങ് എന്താ, 2 പ്ലസ് 6, 18 ആണ്, പ്ലസ് O 15 ആണ്, W 23 ആണ്, N 14 ആണ്, I is 99 and again N is 14 and G is 7. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 102 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 102 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളൊരു എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം
ABCD എഴുതിയിട്ട് ഇവിടുന്ന് A to Z 1 to 26ഉം Z to A 1 to 26ഉം ഉള്ളത് ആദ്യം പ്രോപ്പർ ആയിട്ട് നമ്പർ ചെയ്ത് വെക്കുക. അങ്ങനെ നമ്പർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, കുറെ അധികം സമയം നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ മിസ്സിംഗ് നമ്പേഴ്സിന്റെ ആണ്. 9, 8, 10, 16, 11. ഇവിടെ ഒന്ന് നോക്കിയേ, എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് അല്ലെ. ഏതാ നോക്ക്. 9 + 1 10, 9, 10, 11, 12 +1 എന്താണ് 11 +1 12. അപ്പൊ ആ ഒരു സെറ്റ് നമുക്ക് കിട്ടി. അടുത്തത് 8 × 2 16 ആണ്. 16 × 2 എന്താണ് 32 ആണ്. 32 × 2 എന്താണ് 64 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ 32 ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും 32 ആയിരിക്കും. ഓപ്ഷനിൽ 32 ഉണ്ട്. ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഓപ്ഷനകത്ത് എന്തുണ്ട് 32 എന്നൊരു ആൻസർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് റീസണിങ്ങിലെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ തന്നെ റീസണിങ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് റീസണിങ്ങിൽ കുറച്ച് കൺഫ്യൂഷൻ വരാനുള്ള 2 പോർഷൻസ് ഉള്ളത്, ഒരെണ്ണം നമ്പർ സീരീസിന്റെ കേസും പിന്നെ ഒരെണ്ണം ഉള്ളത് ബ്ലഡ് റിലേഷനുമാണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യും. ഇത് രണ്ടും എന്ന് മാത്രമല്ല, ഞാൻ നോക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് റീസണിങ്ങിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന പോർഷൻസിന്റെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ഇനി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ താല്പര്യമില്ല, സമയമില്ല എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ എന്താകും, പ്രാക്ടീസ് ആകും. ഇപ്പൊ ബ്ലഡ് റിലേഷൻ ഒക്കെ ആണെങ്കിൽ 2 or 3 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് വഴിക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം. ട്രാവൽ ചെയ്ത് പോവുക എന്ന് വെച്ചാൽ ഏത് വഴി കൂടെ എങ്ങനെയാണ് ആ ഒരു റിലേഷൻ മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 2 or 3 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്തത് വരുമ്പോഴത്തേക്കും എന്താവും, അത് പ്രാക്ടീസ് ആവും, യൂസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഇത് റീസണിങ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, വൃത്തിയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു 10 ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരേക്കും ബൈ.